ഉസിയാവെന്ന് പറയുന്ന വലിയ അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ ഉസിയാവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയും അദ്ദേഹം 6-ാം അധ്യായം വരെ ഉസിയാവെന്ന് പറയുന്ന രാജാവിന് വേണ്ടി മാത്രം പ്രവചിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം അരമന പ്രവാചകനെന്ന് അറിയപ്പെട്ട് കൊട്ടാരത്തിനകത്ത് രാജാവിന് ആവശ്യമായ ദൈവിക ആലോചനകളെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ രാജാവിൽ നിന്നും ഒരു നന്മ, ഒരു വിടുതൽ, ഒരു സാമ്പത്തിക വിടുതലും ഒരു ഫുഡും അക്കോമഡേഷനും ഒക്കെ കിട്ടി അതിലൊരു സാറ്റിസ്ഫാക്ഷനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിളി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വേണ്ടി ദൂത് പറയാനുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ വിളി രാജാവായ കർത്താവിനെ കുറിച്ച് പറയാനുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇത്രയും ശക്തവും ആയിട്ടുള്ള ആഴത്തിലുള്ള പ്രവചന ദൂത് പറഞ്ഞ ഒരു പ്രവാചകനില്ല. എല്ലാവരും പ്രവചിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ നോക്കുമ്പോൾ സകല പ്രവാചകന്മാരും അഭിഷിക്തന്മാരും അറിഞ്ഞും അറിയാതെ പാട്ടിലൂടെ ദാവീദും, പ്രവാചകനല്ലെങ്കിലും ദാവീദ് പാട്ട് പാടിയത് മുഴുവനും കർത്താവിനെ കുറിച്ചാണ്. പല സങ്കീർത്തനങ്ങളിലും അസാധാരണമായ രീതിയിൽ യേശുക്രിസ്തുവിനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു വെളിപ്പെടുന്നത് വരെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൂതുകൾ എന്താണ് ഏതാണെന്ന് അറിയാതെ അന്ന് വരെ ദൈവം ഉപയോഗിച്ച അഭിഷിക്തന്മാരും പ്രവാചകന്മാരുടെയും വായിൽ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉൽപ്പത്തി 3:15 ആദ്യമായിട്ട് ലോകത്ത് ഒരു പുത്രനായ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്താനം, ഒരു മകൻ ജനിക്കാൻ പോകുന്നു എന്നുള്ളൊരു തെളിവ്, ഒരു ദൂത് പിതാവ് തന്നെയാണ് പറഞ്ഞത്. പിതാവായ ദൈവം സ്ത്രീയെ നോക്കി പറഞ്ഞതാണ്, നിന്റെ സന്തതി പാമ്പിൻ്റെ തലയെ തകർക്കും. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. അത് പക്ഷേ അത് മറഞ്ഞിരിക്കുന്ന ഒരു മന്ന പോലെയായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ കേട്ട സ്ത്രീക്ക് മനസ്സിലായില്ല. ആ സ്ത്രീ വിചാരിച്ചു എൻ്റെ ഇനി ജനിക്കാൻ പോകുന്ന കായീനും ഹാബേലോ അല്ലെങ്കിൽ അവരായിരിക്കും ഈ സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ പോകുന്നത്. അന്ന് മുതൽ സർപ്പത്തിൻ്റെ തല തകർക്കുന്നത് ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്തിനാണ് ഈ സർപ്പത്തിൻ്റെ തല തകർക്കുന്നത്? വീണുപോയ ദൂതന്മാരെയാണ് നമുക്കറിയാം. വീണുപോയി കോടിക്കണക്കിന് ദൂതന്മാർ പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തെ ഹൃദയത്തിനകത്തുനിന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ അഗ്നി നാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് വെട്ടി അങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. ആ വെട്ടേറ്റ് നിലത്ത് വീണ 33 കോടി എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന വീണുപോയ പൈശാചിക മണ്ഡലം അന്ന് മുതൽ ഈ ഭൂമിയെ വാഴാൻ തുടങ്ങി. പക്ഷെ പിശാചുള്ള സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പാഴും ശൂന്യവുമായിരിക്കും. നോക്ക്, ദൈവം വന്നതിന് ശേഷമാണ്, ദൈവം ഏറ്റെടുത്തതിന് ശേഷമാണ് എന്തെങ്കിലും ഉണ്ടായത്. അന്ന് വരെ അതിന് പാഴായിരുന്നു, ശൂന്യമായിരുന്നു, നിർജ്ജനമായിരുന്നു. ഇന്നും പിശാച് ഏതെങ്കിലും വീട്ടിലോ കുടുംബത്തിലോ വ്യക്തിയുടെ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ജീവിതമാണെങ്കിലും വീടാണെങ്കിലും കൂടാണെങ്കിലും അത് ബിസിനസ് ആണെങ്കിലും അവിടെ പാഴാണോ ശൂന്യമാണോ, അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കയ്യിലല്ല, അത് പിശാചിൻ്റെ കയ്യിലാണ്. എന്നാൽ ഇന്ന് ആത്മാവ് വിളിച്ചു പറയുകയാണ്, അതിന് അറുതി വരുത്താനാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം വെളിപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തിനകത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കയറി കിട്ടിയാൽ പിന്നെ അവിടെ ഒരിക്കലൊരു ശൂന്യത ഉണ്ടാകത്തില്ല, ഒരിക്കലും പാഴായ അനുഭവം ഉണ്ടാകത്തില്ല. നിന്നെ നോക്കി നീ ഒരു പാഴാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിനെ രക്ഷിതാവായി നീ സ്വീകരിച്ചാൽ നിന്നെ നോക്കി ആൾക്കാർ പറയും, നീ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നീ ഒരു ബ്ലെസ്സിങ് ആണ്, നീ ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്. കാരണം നമ്മളെല്ലാവരെയും നോക്കി നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും പഠിപ്പിച്ച അധ്യാപകന്മാർ പോലെ നമുക്കിട്ട പേരുകൾ അനവധിയാണ്. ഇരട്ട പേരുകൾ ഇട്ടവരുണ്ട്. നാട്ടുകാരും വീട്ടുകാരെല്ലാം നമ്മളെ നോക്കി പല പേരുകളിലാണ്. ശാപം പിടിച്ചവൻ, കഞ്ഞിക്ക് അരി കിട്ടത്തില്ല അവനത് കണ്ടാൽ, അല്ലെങ്കിൽ കാലൻ, മുതുകാലൻ, എന്തെല്ലാം പേരാണ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പേരും ഐഡൻറ്റിറ്റിയൊക്കെ മാറ്റി നമ്മളെ ഒരു അഡ്രസ്സുള്ളവരാക്കി മാറ്റിയത് ഈ നസറായനായ യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ എൻ്റെ ഐഡൻറ്റിറ്റി മാറ്റി, എൻ്റെ അഡ്രസ്സ് മാറ്റി, എൻ്റെ സ്റ്റാൻഡേർഡ് മാറ്റി, എൻ്റെ സ്റ്റാറ്റസ് മാറ്റി എന്നെ ഒരു പുതിയ ലെവലിലോട്ട് കൊണ്ട് കയറിയ ഒരു ദൈവം ഇന്ന് പകൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേലെ ഈ വചനം ഇന്ന് പകൽ വെളിപ്പെടും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു വചനമായിരുന്നു, വചനം ജഡമായി അവതരിച്ചതാണ് ക്രിസ്തു. ഹല്ലേലൂയ. ഇപ്പൊ പാഴായ ശൂന്യമായ ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥയിൽ വചനം പറയാണ്, വെള്ളത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച്. എല്ലാവരും അടുത്തിരിക്കും പറഞ്ഞിട്ട്, ആത്മാവ് പരിവർത്തിക്കുക, ഒന്ന് വിട്ടുകൊടുത്താൽ, ആത്മാവ് പരിവർത്തിക്കാൻ വേണ്ടി ഒന്ന് വിട്ടുകൊടുത്താൽ, പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ വേണ്ടി നിന്റെ ശരീരത്തെ, നിന്റെ ഭവനത്തെ, കുടുംബത്തെ, തലമുറയെ
പരിശുദ്ധാത്മാവിനെ പരിവർത്തിക്കാൻ തക്കവണ്ണം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് പറയുകയാണ്, ഇല്ലാത്തതൊക്കെ ഉണ്ടായി വരും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെ ഇല്ലേ അതെല്ലാം ആത്മാവിൽ പറയുകയാണ്. അത് ഈ 2023 വരെ ഇല്ലാത്തത് 2024 കയറി വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആത്മാവിനെ ഒന്ന് വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിനെ വന്നൊന്ന് പരിവർത്തിക്കാൻ, തന്നെത്താനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ യേശു പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ഈ വർഷം പോലെ ആയിരിക്കത്തില്ല. അടുത്ത വർഷം ആരംഭിക്കുമ്പോഴേ ഇല്ലാത്ത ചിലതൊക്കെ ഉണ്ടായി അടയാളത്തോടെ നിന്റെ കരങ്ങളിൽ ചിലതിനെ എടുത്തുകൊണ്ട് നീ നിൽക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. നീ ഒരു അടയാളമായി മാറാൻ പോകുന്നു. നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. നീ ഒരു മിറക്കിളായി മാറാൻ പോകുന്നു. ദൈവം പറയുകയാണ്, ഇന്ന് പകൽ യേശുവിനെ തൊടാൻ, യേശുവിനെ വസിപ്പാൻ നിന്റെ ശരീരത്തെ നീ വിട്ടുകൊടുക്കണം. 1 കൊരിന്ത്യർ 3:16 പറയാണ്, നിന്റെ ശരീരം എടുക്കണ്ട, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. പറഞ്ഞാട്ടെ, ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. സഹോദര സഹോദരി എന്ന് പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറഞ്ഞ, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവം വസിക്കുന്നത് പള്ളിയിലല്ല, ആലയങ്ങളിലല്ല, ഹല്ലേലൂയ, ബിൽഡിങ്ങുകളിലല്ല, ചർച്ചുകളിലല്ല. ദൈവം വസിക്കുന്നത്, വചനം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനകത്ത് ഞാൻ വസിക്കുന്നു, നിന്നെ ഞാൻ വാസം ചെയ്യുകയാണ്. നിന്റെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. നിന്റെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. ആലയത്തിനകത്ത് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ദൈവം പറയുകയാണ്, നിന്റെ ശരീരത്തിൽ എന്നെ വസിക്കാൻ നീ അനുവദിക്കുകയാണെങ്കിൽ നിന്റെ ശരീരമോ നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളോ അത് ശൂന്യമായി പോകത്തില്ല, പാഴായി പോകത്തില്ല, നിർജ്ജനമായി പോകത്തില്ല, അത് ഫലമില്ലാതായി പോകത്തില്ല. അതിന് പകരം 100 മേനി ഫലം കായ്ക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ പാഴും ശൂന്യമായ അവസ്ഥകളെ നോക്കി പരിതപിച്ച ദൈവം പറഞ്ഞു, എടാ, ഞാൻ വെട്ടി താഴെ ഇട്ടവൻ ചെന്ന് വീണപ്പോഴേ, അതാ പറയുന്ന, പിശാച് വന്ന് വീഴാൻ നമ്മൾ അനുവദിച്ചാൽ, പിശാചിന് കയറാൻ ഒരു ഡോറ് നമ്മൾ ഓപ്പൺ ആക്കിയാൽ ദൈവമക്കളെ നമ്മുടെ കാര്യം തീർന്നു. പിശാചിനൊന്ന് കയറി മേയാൻ ഒരു വഴിയും വാതിലും ഞാനും നീ അറിഞ്ഞുകൊണ്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ടാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. നമ്മളെ പേര് പാഴും ശൂന്യമെന്നായി മാറും. പക്ഷെ ദൈവത്തെ കയറാൻ നീ അവസരം കൊടുത്താൽ പിന്നെ നീ ആകുന്ന വീടും നിന്റെ കുടുംബം ഏദൻ തോട്ടം പോലെയാകും. യേശു കയറിയാൽ നിന്റെ കുടുംബം ഏദൻ തോട്ടം പോലെയാകും. യേശു കയറിയാൽ നിന്റെ കുടുംബം സ്വർഗമാകും. യേശു കയറിയാൽ ഇരുട്ട് മാറും, വെളിച്ചം ഉണ്ടായി വരും. അന്ധകാരത്തിലായിരുന്ന സകല ജനത്തെയും അത്ഭുത പ്രകാശത്തിലാക്കാൻ 2023 വർഷങ്ങൾക്ക് മുമ്പ് നസ്രായനായ യേശു ഈ ഭൂമിയിൽ ഭൂജാതനായി. ഹല്ലേലൂയ. നമ്മളെ അന്ധകാരത്തിൽ കിടക്കുന്നവരാ. നമ്മള് അന്ധകാരത്തിലും പാഴും ശൂന്യം എല്ലാ രീതിയിലും ശാപം പിടിച്ച് ശപിക്കപ്പെട്ടവരെന്ന നമ്മുടെ ബന്ധുക്കളും നാട്ടുകാർ നമ്മൾ ജനിച്ചപ്പോഴേ നമ്മുടെ അപ്പനും അമ്മയും സകലരും നമ്മളെ നോക്കി വിധി എഴുതിയ, നീ ഇത്രയ്ക്ക് എത്രയേ ഉള്ളൂ, നീ അതിൽ കവിഞ്ഞൊന്നും ഒന്നും കാണുന്നില്ല, പരിപാടിയൊക്കെ നിന്റെ തീരും എന്ന് എത്ര ശാപം നമ്മൾ കേട്ടവരാ. നമ്മുടെ സ്വന്തം അപ്പൻ്റെ വായിന്ന് ശാപം, അമ്മയുടെ വായിന്ന് ശാപം, അധ്യാപകന്മാരിൽ നിന്ന് ശാപം. അങ്ങനെ നമ്മൾ ശാപം ഏക്കാത്തതിന് ആ മനുഷ്യരാരുമില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ശപിക്കപ്പെടാത്തത്? ഹല്ലേലൂയ. നമ്മളെല്ലാം ശപിക്കപ്പെട്ട ഒരു ശാപം പിടിച്ചു കിടന്നവരുമാണ്. ഒട്ടപ്പേന് വരെ പിടിച്ചു കിടന്നവരാ. കണ്ടകശനിയും പിടിച്ച്, ശനിദശയും പിടിച്ച്, പിന്നെ എല്ലാ രീതിയിലും ശാപം പിടിച്ച് ഒട്ടപ്പേന് വരെ കയറി കിടന്നവരാ നമ്മൾ. പക്ഷെ എന്നാ ഇത് മാറ്റം സംഭവിച്ചത്? നമ്മൾ പോലും അറിഞ്ഞില്ല. ആരോ ഒരു ഭാഷ എന്ന് പറഞ്ഞു, വാ തുറന്ന് അങ്ങോട്ട് യേശുവേ എന്ന് വിളിക്കാൻ പറഞ്ഞു. നമ്മൾ മണ്ടന്മാരായ നമ്മൾ ആ മന്ദബുദ്ധികളെ പോലെ തന്നെ മണ്ടന്മാർക്ക് മാത്രമേ യേശുവിനെ കിട്ടൂ, ഭോഷന്മാർക്കേ കിട്ടൂ, എല്ലാം തികഞ്ഞവർക്ക് കിട്ടത്തില്ല. നമ്മൾ ഭോഷന്മാരായതുകൊണ്ട് അവർ പറഞ്ഞതങ്ങ് കേട്ടു. നമ്മൾ യേശുവെ എന്ന് വിളിച്ചപ്പോൾ നമ്മുടെ അഡ്രസ് അങ്ങ് മാറി, നമ്മുടെ ശാപം അങ്ങ് പൊട്ടി, നമ്മൾ ഏദൻ തോട്ടങ്ങളായി മാറി. ഇന്ന് ഞാനും നീ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും, ഇന്ന് ഞാനും നീ അനുഭവിക്കുന്ന പ്രത്യാശ, നമ്മൾ മരിക്കത്തില്ലെന്നും നമ്മൾ ജീവനോടെ കൂടെ ഇരിക്കുന്നുവെന്നും 2024 കാണാൻ ദൈവം നമ്മളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ കാരണം
നമ്മൾ ഭോഷന്മാരെ പോലെ ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് അങ്ങനെ ചിലരെയൊക്കെ പരിശുദ്ധാത്മാ നിന്നിൽ പരിവർത്തിക്കാൻ പോവുക. ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. എത്ര നാള് പരിവർത്തിച്ചെന്നറിയത്തില്ല, എത്ര കാലം പരിവർത്തിച്ചെന്നറിയത്തില്ല. അവിടെ പറയുകയാണ് ആത്മാവ് വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് എത്ര നാള് എത്ര വർഷം എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അഭിഷേകം പരിവർത്തിക്കാൻ തക്കവണ്ണം വെള്ളം അനുവദിച്ചു. വെള്ളം അത് അനുവദിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്നു. സമയമായി, സീസൺ ആയപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ദൈവം പറഞ്ഞു ഉണ്ടായി വരട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, സമുദ്രം ഉണ്ടാകട്ടെ, സൂര്യൻ ഉണ്ടാകട്ടെ. കർത്താവ് പറയാണ് സൃഷ്ടിപ്പിന്റെ ഒരു സീസൺ നിന്റെ ജീവിതത്തിനകത്ത് ഈ ഡിസംബർ മാസം ഈ പ്രസംഗം കേൾക്കുമ്പോൾ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഇതാ ഒരു സീസൺ വെളിപ്പെടുന്നു. സൃഷ്ടിപ്പിന്റെ, ക്രിയേഷന്റെ, ക്രിയേറ്റിവിറ്റിയുടെ, ഇല്ലാത്തത് ഉണ്ടായി വരുന്നതിന്റെ പിശാച് ഇന്ന് വരെ പിടിച്ചു വച്ച ചിലതിനെ പരിശുദ്ധാത്മാവ് ഒന്ന് പറയാമോ? അടുത്തിരിക്കുന്നവരോട് ദൂത് പറയാമോ? ചിലതുണ്ടായി വരാൻ പോവുക. ഒന്ന് പറഞ്ഞാട്ടെ, ഒന്ന് ചിലതുണ്ടായി. ഇന്ന് വരെ നിന്റെ ലൈഫിൽ നീ കാണാത്തത്, നീ പ്രതീക്ഷിച്ചിരിക്കുന്നത്, എന്താ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്തത്, കാണാൻ പറ്റാത്തത്, എടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നന്മ പ്രാപിക്കാൻ പറ്റാത്തത്, എന്തോ ഒന്നൊരു സീസൺ വെളിപ്പെടാൻ പോവുകയാണ്. ക്രിയേഷൻ ഗ്ലോറി വെളിപ്പെടാൻ പോവുക. സൃഷ്ടിപ്പിന്റെ ഒരു സീസൺ, ഉണ്ടായി വരുന്നതിന്റെ സീസൺ, ഇല്ലാത്തത് ഉണ്ടായി വരുന്നതിന്റെ സീസൺ. പരിശുദ്ധാത്മാവ് ആത്മാവ് വിളിച്ചു പറയാണ് ഉണ്ടായി വരാൻ പോവുക. ഹല്ലേലൂയ. ഉണ്ടായി വന്നതിനെ എന്ത് ചെയ്തു? ഉണ്ടായി വന്നത് എങ്ങനെയാ നഷ്ടപ്പെട്ടത്? ഉണ്ടായി വന്നത് നഷ്ടപ്പെട്ടതിന്റെ സീക്രട്ട് എന്താ? ഒന്ന് ചോദിച്ചു നോക്ക്. വചനം കേട്ട് എത്രയും വർഷം കൊണ്ട് മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുക, ചിലതിനെ സൃഷ്ടിച്ചത്, മനുഷ്യനെയും സ്ത്രീയെയും പുരുഷനെയും എല്ലാം സൃഷ്ടിച്ച ദൈവം സൃഷ്ടിച്ചത് എന്തിനാ? ദൈവത്തെ ആത്മാവിന് സത്യത്തിൽ ആരാധിച്ച് സന്തോഷമായി, ഒന്നിനും കുറവില്ലാതെ, മുട്ടില്ലാതെ, ആരോഗ്യത്തിന് കുറവുണ്ടായിരുന്നു. ക്യാൻസർ ഒന്നും ഉണ്ടായിരുന്നോ? ദാരിദ്ര്യത്തിന്റെ പേരുണ്ടായിരുന്നോ? കേഴ്സ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഉണ്ടാവുമായിരുന്നോ? ഇല്ല. ശാപം എന്ന വാക്കില്ല. അനുഗ്രഹം മാത്രമേ ഉള്ളൂ. തൊടുന്നതൊക്കെ അനുഗ്രഹം. വെളിയിൽ ഇറങ്ങി നോക്കി ഒരു മരത്തിനോട് കൽപ്പിച്ച മരം ചാഞ്ഞു വരും. ഒറ്റ മൃഗം അറ്റാക്ക് ചെയ്ത് ആരും മരിക്കുന്നില്ല. ഒരു സിംഹത്തിന് മനുഷ്യനെ കണ്ടിട്ട് ഒരു പ്രശ്നമില്ല. മനുഷ്യന്റെ മുമ്പിൽ പൂച്ചയെ പോലെ വന്ന് നിൽക്കുക. ആദാമും ഹവ്വയൊക്കെ സിംഹത്തിന്റെ മുകളിൽ കിടന്ന ഉറങ്ങിയത്. ഹല്ലേലൂയ. ഒറ്റ മൃഗങ്ങളെ മനുഷ്യന് പേടിയില്ല, ഒരു ഇഴജന്തുവിനെ പേടിയില്ല. ഭയം എന്ന വികാരം പോലും ഇല്ലാത്തൊരു ജീവിതം. എല്ലാവർക്കും സന്തോഷം, മുട്ടില്ലാത്ത ജീവിതം, മൃഷ്ടാന ഭോജനം. ഹല്ലേലൂയ. നഗ്നത എന്ന് പറയുന്നത് അവർ കണ്ണുകൊണ്ട് അത് കാണുന്നില്ല. കാരണം പാപത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, കുറ്റബോധമില്ലാത്ത ലൈഫ്. ഒരു കുറ്റബോധമില്ല, പാവം. ഇന്ന് നമ്മൾ പെന്തക്കോസുകാരായ നമുക്ക്, കഴിഞ്ഞ ദിവസം ഞാൻ ബൈക്കിൽ ഞാൻ പോകുമ്പോഴേ ചിന്തിക്കുക, കാരണം എല്ലാ പെന്തക്കോസിലുള്ള ക്രിസ്ത്യാനികളായ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ട ബോണഗേനായിട്ടുള്ള സകല മനുഷ്യന് ഓരോ ദിവസവും ജീവിക്കുമ്പോൾ അവൻ ടെൻഷനിലാണ് ജീവിക്കുന്നത്. ടെൻഷനാ. എന്നാൽ നമ്മൾ കേൾക്കുന്നത് പോലെ വചനം ആരും കേൾക്കുന്നില്ല. നമുക്കുള്ളതുപോലെ വെളിപ്പാട് ആർക്കും ഇല്ല. പക്ഷെ ടെൻഷനാണ് നമുക്ക് എപ്പോഴും. പലതിനെക്കുറിച്ചുള്ള ടെൻഷൻ, പാപത്തെക്കുറിച്ചുള്ള ചിന്തകൾ, കുറ്റബോധങ്ങൾ, പാപബോധങ്ങൾ, ആ നാളെക്കുറിച്ചുള്ള ചിന്തകൾ, ആകുല ചിന്തകൾ, ഇല്ലായ്മയെക്കുറിച്ചുള്ള ഞെരുക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, എന്തെല്ലാം വിഷയങ്ങളാ ദൈവമക്കൾ ഫേസ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അതാണ് ഗ്ലോറിയസ് ഒരു സീസൺ. അതാണ് ഏദൻ തോട്ടത്തിനകത്തുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഇവർക്ക് ഇതിനെന്നും കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ലായിരുന്നു. പക്ഷേ ഒറ്റ കാര്യത്തിൽ അവർ വീണപ്പോൾ അവിടെ പാപം, ശാപം, രോഗം, ടെൻഷൻ, വറി, സ്ട്രെസ്, മുഴ, ക്യാൻസർ എല്ലാം വന്നു. എന്താണത്? അനുസരണക്കേട്. സഹോദരി നല്ല വ്യക്തമായിട്ട് പറഞ്ഞു, അനുസരണക്കേട്. പ്രൈസ് ദി ലോർഡ്. ആ അനുസരണക്കേടിലാ വീണുപോയത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴാണ് പിതാവ് വന്ന് ആ സ്ത്രീയോട് പറയുകയാണ്, വീണുപോയി, തകർന്നുപോയി, നഗ്നത മനസ്സിലാക്കി, ഉടുപ്പിച്ചു, വസ്ത്രമൊക്കെ ഉടുപ്പിച്ചു. ഭയങ്കര ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായി. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ വേഗത്തിൽ ക്രിസ്തുവിലോട്ട് വരാൻ പോവുക. പക്ഷെ അനുസരണക്കേടിൻ്റെ നടുവിൽ വേൾഡ് മുഴുവനുമുള്ള സന്തോഷം നഷ്ടപ്പെട്ടു.
സമാധാനം നഷ്ടപ്പെട്ടു, ശാപഗ്രസ്തരായി മാറി. അപ്പോഴാണ് പ്രവാചകൻ പ്രവചിക്കുകയാണ്. അന്ന് മുതൽ ഈ സ്ത്രീയോട് പറഞ്ഞ അന്ന് മുതൽ ആദാമും ഹവയും അടുത്ത് വന്ന അബ്രഹാം, നോഹ, ഇസഹാക്ക്, യാക്കോബ്, യെശയ്യാവ് തുടങ്ങി എല്ലാ പ്രവാചകൻ മലാഖി വരെയുള്ള കാലഘട്ടം വരെ സകല മനുഷ്യരും പാമ്പിൻ്റെ തലയെ തകർക്കുന്ന ആരാ? പാമ്പിൻ്റെ തലയെ തകർക്കുന്ന ആരാ? പാമ്പിൻ്റെ തല ആരാ തകർക്കുന്നത്? ഈ രോഗം ആരാ പൊട്ടിക്കുന്നത്? ഈ ശാപം ആരാ പൊട്ടിക്കുന്നത്? ഈ ബന്ധനം ആരാ അഴിക്കുന്ന? അബ്രഹാമാണോ? ഇസഹാക്കാണോ? യാക്കോബാണോ? ആരാ രക്ഷകൻ? നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ നോക്കിക്കൊണ്ടിരുന്നവർ ഇരുന്നതേ ഉള്ളൂ, ആരെയും കണ്ടുകിട്ടിയില്ല. പിശാചിനെ തോൽപ്പിക്കാൻ, ഒരു സന്തതിയെ ജനിപ്പിക്കാൻ ആർക്കും സാധിക്കാതിരുന്നപ്പോൾ യെശയ്യാവ് പ്രവചിക്കുകയാണ്. വായിച്ചോ, യെശയ്യാ 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അവിടെ പ്രവാചകൻ പറയുകയാണ്. ആ പ്രവാചകൻ ഈ ദൂത് പറയുന്നതിന് മുമ്പുണ്ടല്ലോ, യേശുക്രിസ്തുവിന്റെ ദൂത്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പറയുന്നതിന് മുമ്പ് സാധാ പ്രവാചകനായ ഈ അഭിഷിക്തനെ, പ്രവാചകനെ ദൈവം ഒന്ന് ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. നീ ഇന്ന് വരെ ഉസിയാവിനെ കുറിച്ച് സാധാ ലോക്കൽ പ്രവാചകനായി നടന്ന ആളാ. പക്ഷേ ഇനി നീ പറയാൻ പോകുന്നത് ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് നിന്റെ നാവിന്റെ മേലെ ഞാൻ ഒരു അഗ്നി, ഒരു തീക്കനൽ കൊണ്ട് വെക്കാൻ പോവുക. കാരണം സാധാരണ നാവുള്ളവന് എൻ്റെ മകനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല, എൻ്റെ അഭിഷിക്തനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല, വാഗ്ദത്തമുള്ളവനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അത് പറയണമെങ്കിൽ ഒരു മനുഷ്യന്റെ ദാസനായിരിക്കുന്നവന് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റത്തില്ല. മനുഷ്യന്റെ ദാസന്മാർക്ക് സുവിശേഷം പറയാൻ പറ്റത്തില്ല. മനുഷ്യന്റെ ദാസന്മാർക്കും രാജാക്കന്മാർക്കുടെ ദാസന്മാർക്കും ദ്രവ്യം ആഗ്രഹിക്കുന്നവനും ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ അടിമുടി ഒന്ന് മാറണം. ഒരു എൻകൗണ്ടറിലൂടെ മാത്രമേ ക്രിസ്തുവിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഉസിയാവിനെ അങ്ങ് തട്ടിക്കളഞ്ഞു. ചില പഴയത് നമ്മളെ ക്രിസ്തുവിലോട്ട് അടുക്കാൻ, ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടാൻ, ക്രിസ്തുവിന്റെ ഗ്ലോറിയ മനസ്സിലാക്കാൻ തടസ്സമായി നിൽക്കുന്ന ചില ഉസിയാവുമാരെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിനകത്ത് നിന്ന് എടുത്തു മാറ്റാൻ പോവുകയാണ്. നിന്നെയും നിന്നെ വിളിച്ചവനായ ക്രിസ്തുവിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ അനുവദിക്കാതെ നിന്റെ ഇടയിൽ നിൽക്കുന്ന ചില ഉസിയാവിന്റെ ശക്തികളെ ഇന്ന് പകൽ വെട്ടിമാറ്റിയിട്ട് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന മഹത്വത്തിന്റെ രാജാവിരിക്കുന്ന വെള്ള സിംഹാസനത്തെ നിന്നെ കാണാൻ പോവുക. ചിലരുടെ കണ്ണുകൾ ചില വെളിപ്പാടുകൾ കാണുന്ന കണ്ണുകളായി, ചിലരുടെ നാവുകൾ ഇന്ന് പകൽ തീയുള്ള നാവായി, പ്രവചിക്കുന്ന നാവായി, ദൂത് പറയുന്ന നാവായി, വെളിപ്പാട് കാണുന്ന കണ്ണുകളായി, കത്തുന്ന ഹൃദയങ്ങളായി. അന്ത്യകാലത്തിന് ഞാൻ സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ദൈവശക്തി പ്രാപിച്ച് നിന്റെ കണ്ണുകളിൽ തീയിറങ്ങട്ടെ, നിന്റെ നാവിനകത്തൊരു തീയിറങ്ങട്ടെ. നിന്നെയും ക്രിസ്തുവിനോട്ട് അടുപ്പിക്കാൻ തടസ്സമായി നിൽക്കുന്ന ചില ഉസിയാവിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ I break. കൊണ്ടേ ഉദകവരവ ശാന്തരവര കദരവരിമനവര ക്ഷമാരവ ലേപാരവ ശാന്തരേ വിമലക്ഷമാരവ ജീവക്ഷീരവര ക്ഷമാരവ ഉദകവരവര കദരവരിമനവര ക്ഷമരവരവക്ഷ ലേപാ പാ 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 രേഷേ ദേവോരോ രേഖാ ഭാനാശാതോ രേഷേ ദേവാനാശാതാപാ രേഖാ ഭാനാശാതാപാ. Yes, 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 yes. സ്വർഗീയ അഭിഷേകം ഇറങ്ങിയ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, ഹീലിംഗുകൾ നടക്കട്ടെ, ശാപങ്ങൾ പൊട്ടട്ടെ, ദുരാത്മാക്കൾ അഴിയട്ടെ. ഇപ്പോൾ തീ ഇറങ്ങട്ടെ. യെശയ്യാവ് കണ്ടതുപോലെ
Yes, 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 yes. Hallelujah. 2023 വരെ കാണാത്ത ദൈവത്തിന്റെ മഹത്വത്തിന്റെ ചില വെളിപ്പാടുകളെ ദൈവത്തിന്റെ സഭ ഗ്ലോറി കാണാൻ പോവുകയാണ്, മഹത്വം കാണാൻ പോവുകയാണ്. ദൈവത്തിന്റെ സഭ ഇതുവരെ കാണാത്ത മഹത്വം, അതിന്റെ സീസൺ വരികയാണ്, അതിന്റെ സീസൺ വരികയാണ്. നീ കാണാത്ത, നിന്നെ കാണാൻ അനുവദിക്കാത്ത, നിന്നെയും ദൈവത്തിന്റെ ഗ്ലോറിയെയും തമ്മിൽ അടുപ്പിക്കാൻ അനുവദിക്കാത്ത ലോകപ്രകാരമുള്ള ചില ഉസിയാവിന്റെ ശക്തികളെ, ദ്രവ്യാഗ്രഹങ്ങളെ, നാളെ കുറിച്ചുള്ള ചിന്തകളെ, ധനഭാരത്തെ കുറിച്ചുള്ള ചിന്തകളെ, ജോലിയെ കുറിച്ചുള്ള ചിന്തകളെ, വരുമാനങ്ങളെ കുറിച്ചുള്ള ചിന്തകളെ, സകല ഭാരങ്ങളെ, ചില അധ്വാന ഭാരങ്ങളെ, സകലത്തെ പരിശുദ്ധാത്മാവ് വെട്ടിമാറ്റി. അവിടെ കെരൂബുകൾ ഇറങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അന്ന് വരെ കാണാത്തൊരു ഭയങ്കര വിഷൻ കാണുക. അത് കണ്ടാലേ യേശുവിലോട്ട് വരാൻ പറ്റും. ഈ ക്രിസ്തുവിലോട്ടും ക്രിസ്തുവിന്റെ റെവലേഷനിലോട്ടും പുതിയ നിയമ വെളിപ്പാടിനകത്തോട്ട് മരിക്കാതെ കയറാൻ പറ്റത്തില്ല. പഴയ നിയമത്തിനകത്ത് കിടക്കുന്നവന് ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടത്തില്ല. പഴയ നിയമം മരണത്തിൻ്റെതാണെങ്കിൽ പുതിയ നിയമം ജീവന്റെതാണ്. പഴയതിനകത്ത് കടന്നാൽ ജീവൻ വ്യാപരിക്കത്തില്ല. പുതിയതിനകത്ത് കയറണമെങ്കിൽ മരണം സംഭവിക്കണം. അവിടെ ഗ്ലോറി കണ്ടപ്പോൾ യെശയ്യാവ് മരിച്ചവനെ പോലെയായി. ഒരു മരണം സംഭവിക്കണം. പഴയതിൽ നിന്നുള്ള ഒരു മരണം, പാരമ്പര്യത്തിനകത്തുള്ള മരണം, പഴയ എല്ലാം പിന്നോട്ട് പുറകോട്ട് വലിക്കുന്നതിനെ അതിനെ വെട്ടിമാറ്റി അതിനൊരു മരണം സംഭവിക്കുമ്പോൾ ഇതാ പുതിയ ചില വെളിപ്പാടുകൾ ആത്മാവിൽ നീ പ്രാപിക്കാൻ പോവുക. ഹല്ലേലൂയ, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം മരിച്ചവനെ പോലെ ആയിപ്പോയി. അല്പസമയം യെശയ്യാവ് എന്ത് ചെയ്തു? മരിച്ചവനെ പോലെയായി അവന്റെ അകത്തെ കണ്ണ് തുറന്നു. ഇന്ന് വരെ അവൻ കണ്ടുകൊണ്ടിരുന്ന ഉസിയാവിന്റെ മുഖം മാത്രമാണ്. അവനെ സംബന്ധിച്ച് ഉസിയാവാണ് ലോകത്തിൽ ഏറ്റവും വലിയവൻ. കാരണം അന്നം കൊടുക്കുന്നവൻ ഉസിയാവാണ്. ഹല്ലേലൂയ. പിന്നെ ഫുഡ് കൊടുക്കുന്നത് ഉസിയാവാണ്, അക്കോമഡേഷൻ കൊടുക്കുന്നത് ഉസിയാവാണ്, പുതപ്പ് കൊടുക്കുന്നത് ഉസിയാവാണ്, വീട് കൊടുക്കുന്നത് ഉസിയാവാണ്. ഉസിയാവെന്ന് പറയുന്നവൻ മാത്രമേ അന്ന് വരെ യെശയ്യാവിന്റെ ഹൃദയത്തിലും കണ്ണുകളിലും വലിയതായിട്ടുള്ളൂ. എന്നാൽ അതിലും വലിയവൻ ഉസിയാവിന്റെ ജീവനെ എടുക്കാൻ ശക്തനായ ഒരുവൻ ദാ ഇറങ്ങി വരികയാ. അന്ന് യെശയ്യാവിന് മനസ്സിലാതെ, അയ്യോ ഇത് ലോക്കൽ പരിപാടിയായിരുന്നു ഇന്ന് വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ ഞാൻ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതും പ്രവചിച്ചതും ഒരു ലോക്കലായ പ്രവചനമായിരുന്നു. എന്നാൽ ഇനിയാണ് മഹത്വവും മഹിമയേറിയ ചില ദൂതുകൾ നിന്റെ നാവിൽ ദൈവം തരാൻ. ദൈവം നിന്റെ നാവിനെ തീക്കനൽ കൊണ്ട് തൊടാൻ പോവുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നു. ദൂതൻ എന്തിനായി ഇറങ്ങുന്നത്? വെളിപ്പാടുകൾ കൊടുക്കാൻ, പ്രവാചകന്റെ കെട്ടുപൊട്ടിക്കാൻ, പ്രവാചകന്റെ ബന്ധനം അഴിക്കാൻ, പ്രവാചകന്റെ കണ്ണിന്റെ കുരുട്ട് കണ്ണുകളെ തുറക്കാൻ, പ്രവാചകന്റെ ആശ്രയങ്ങളെ, പ്രവാചകന്റെ എല്ലാ ട്രസ്റ്റുകളെ മാറ്റിയിട്ട് ക്രിസ്തുവിലോട്ട് പ്രവാചകനെ അടുപ്പിക്കാൻ ദൂതനിറങ്ങി. ദൂതൻ ഇറങ്ങാൻ പോവുക. അടുത്ത് പറഞ്ഞോ, ദൂതൻ ഇറങ്ങാൻ പോവുക. ഇന്ന് പകൽ ഏഞ്ചൽസിന്റെ വിസിറ്റേഷനുകളുടെ സീസൺ ഇത് ആരംഭിക്കാൻ പോവുകയാണ്. അടുത്ത സീസണിൽ എവിടെ ഏത് സീസൺ ആരംഭിച്ചാലും പഴയതിൽ നിന്ന് പുതിയതോട്ട് കയറുമ്പോൾ ദൂതൻ ഇറങ്ങിയിരിക്കും. ദൂതൻ ഇറങ്ങിയാലേ പഴയത് മാറി പുതിയത് വെളിപ്പെടുകയുള്ളൂ. പഴയ വീഞ്ഞ് മാറാൻ ദൂതൻ ഇറങ്ങേണ്ടി വന്നു. ഹല്ലേലൂയ. പഴയ നിയമം മാറാൻ ദൂതൻ ഇറങ്ങേണ്ടി വന്നു. പുതിയതിലോട്ട് കയറാൻ ദൂതൻ ഇറങ്ങേണ്ടി വന്നു. ഇതാ പഴയ പാരമ്പര്യത്തിൽ കിടക്കുന്ന യെശയ്യാവിനെ പുതിയതിലോട്ട് കയറ്റാൻ ദൂതൻ ഇറങ്ങി. സ്വർഗം ഇറങ്ങി, ഗ്ലോറി ഇറങ്ങി, കെരൂബുകൾ ഇറങ്ങി. ദൈവത്തിന്റെ തീ ആ പ്രവാചകന്റെ നാവിനെ തൊട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ തൊട്ടത്? എന്തിനാ ദൂതൻ ഇറങ്ങിയത്? ദൂതനേക്കാളും പുള്ളി കണ്ടതിനേക്കാളും വലിയ കാര്യം പറയാൻ.
ഹല്ലേലൂയ. പുള്ളി പറയുമ്പോഴും പുള്ളിക്ക് അറിയത്തില്ല ഇതൊക്കെ എന്തോ ആണെന്ന്, ഒരു പിടിയില്ല. അപ്പോൾ പറഞ്ഞു, അതാ ഒരു ശിശുവിനെ തന്നിരിക്കുന്നു, ഇരുട്ടി കിടക്കുന്ന ജനന്താ വലിയ വെളിച്ചം കണ്ടു. യെശയ്യാവ് ആത്മാവിൽ അങ്ങ് പറയുക, യെശയ്യാവ് പ്രവചിച്ചത് വല്ലതും അപ്പോൾ വല്ല നടന്നോ? എത്ര വർഷം കഴിയും? നിങ്ങൾ ബൈബിൾ സ്റ്റഡിയും ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിരിക്കുന്നവരല്ലേ? എത്ര വർഷം കഴിഞ്ഞു? യെശയ്യാവ് തൊട്ട് യേശു ക്രിസ്തു വരെ എത്ര വർഷം? ബൈബിൾ പഠിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? 700ഓളം വർഷം അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാനും ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ള പേരല്ല എനിക്ക്. 700 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ഒരു പ്രവാചകൻ പ്രവചിച്ചത് സംഭവിക്കുന്നത്. ഇന്ന് നോക്കേ, ഇന്ന് നിങ്ങളോടൊരു ദൂത് ഞാൻ പറഞ്ഞാൽ നടന്നില്ലെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? ലോക കള്ളപ്രവാചകൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ യൂട്യൂബിലും എല്ലായിടത്തും ഇങ്ങനെയാണ് കള്ളപ്രവാചകന്മാർ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. സ്തോത്രം. എന്തോ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. എല്ലാ ഡിസംബറിലും ചെറിയ ഒരു ആക്സിഡന്റുകൾ വരാറുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഒരു ആക്സിഡന്റ് വന്നല്ലേ? കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടി കൊണ്ടുപോയി നമ്മളെ ബ്രദേഴ്സ്, എൻ്റെ അനിയനും ഒക്കെ പോയ വാഹനം ജാഗ്വാറിൽ പോയി അവർ മീറ്റിങ്ങിന് പോയിട്ട് വരുമ്പോൾ ചെറിയ ഒരു തട്ടൽ നടന്നു. ചെറിയ ഒരു ഡിസംബറിൽ. ഹല്ലേലൂയ. അതിൻ്റെ വിഷയം അത് വലിയൊരു വിടുതല്ല. ഹല്ലേലൂയ. വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുന്ന പിശാചിനെ കണ്ണുകടി സഹിക്കാൻ വയ്യ. വലിയ ഗ്ലോറി ഇറങ്ങാൻ പോവുക, മഹത്വം ഇറങ്ങാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്തോ പറഞ്ഞത്? ഞാൻ പറഞ്ഞോണ്ട് ഒരു ദൂതെന്ന് പറയുന്നത് എത്ര വർഷം, ഇതിപ്പം എത്ര 10, 2000, 6000 ഒരു കണക്ക് തന്നെ. ഒരുപാട് ദാവീദിന്റെ ദൂതിലൂടെ തന്നെ എത്രയോ വർഷങ്ങൾ ഒരു ദൂത് അതിനു വേണ്ടി കാത്തിരിക്കുക ജനം. വാഗ്ദത്തമുള്ള വലിയൊരു കൂട്ടം ജനം അതിനു വേണ്ടി കാത്തിരിക്കുക. ഇപ്പൊ ഈ പുള്ളി പറയുന്ന ഒരു പ്രവചനം എന്താണ്? നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്ക് ഒരു മകൻ. എല്ലാവരും പറഞ്ഞിട്ട് ഒറ്റ വാക്ക്, ശിശു. ഇതാണ് പലരുടെയും കയ്യിലും ജീവിതത്തിൽ ഉണ്ണി യേശു അന്ന് മുതൽ ഇന്ന് വരെ ഇരിക്കുക. ഒറ്റ എണ്ണത്തിന്റെ കയ്യിൽ നിന്ന് ഈ ഉണ്ണി യേശു വളർന്നിട്ടില്ല. ഹല്ലേലൂയ. യെശയ്യാവ് പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു കൂട്ടം, നിങ്ങൾക്ക് ഒരു ശിശു. അന്ന് മുതൽ ഇന്ന് വരെ ചിലർക്ക് ശിശുവായിട്ട് വെച്ചുകൊണ്ടിരിക്കാനാണ് താല്പര്യം. ക്രിസ്മസിന്, പെസഹ ഇതുപോലെയുള്ള സംഭവം വരുമ്പോൾ ഉണ്ണിയേശുവിനെയും കൊണ്ട് നടക്കും. ഹല്ലേലൂയ. ഉണ്ണിയേശുവിനെ വഴിയിൽ വെച്ച് കളഞ്ഞിട്ട് പോവുകയും ചെയ്യും. പോണ വഴിയിൽ ബാറ് കണ്ട ഉണ്ണിയേശു വെളിയിൽ അവകത്തും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ നാളത്തെ പത്രത്തിൽ ആദ്യം വരുന്ന വാർത്ത കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ട മദ്യത്തിന്റെ കണക്കാണ്. അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ മനോരമ പത്രം അല്ലെങ്കിൽ പത്രം എടുത്ത് നോക്ക്. ഇന്നത്തെ ദിവസം കുടിച്ചു തീർത്ത മദ്യം, അതിന്റെ കണക്ക് കണ്ട് നിങ്ങൾ ഞെട്ടും. ഒരുമാതിരിപ്പെട്ടവരൊക്കെ പെട്ടെന്ന് രാവിലത്തെ ഫസ്റ്റ് സെക്ഷന് വന്ന് ഉച്ചയ്ക്ക് മദ്യവും 2 പെഗും അടിച്ച് പോർക്കവും കൂടെ കഴിച്ച് അവരിത് ആഘോഷിക്കുകയാണ്. എന്താണെന്ന് ഒരു പിടിയില്ല. ഹല്ലേലൂയ. ഈസ്റ്റർ ആഘോഷിക്കും, അതും വെള്ളമടിക്കും. ഉയർപ്പ് എഴുന്നേറ്റ് ഞായറാഴ്ച, ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ എന്ന് പേരുള്ളവൻ പറയും. നമ്മൾ പറയും ദുഃഖവെള്ളി. കർത്താവിനെ 3 ആണുകൾ കുറിച്ചുകൊണ്ട് നിലവിളിയും കരച്ചിലും ബാറിനകത്ത്. അവൻ ആരാധിച്ച് അന്യഭാഷയും പറഞ്ഞ് വെള്ളം അടിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരുടെ വീട്ടിൽ സ്റ്റാർ കെട്ടിയിടും. പക്ഷെ വീട്ടിനകത്ത് അടിയും ബഹളവും വഴക്കും ചീത്ത വിളിയും. വെളിയിൽ സ്റ്റാറും. അല്ലേ? പ്രൈസ് ദി ലോർഡ്.
നമ്മളൊരു വിരോധാഭാസം നിറഞ്ഞ ക്രിസ്ത്യൻ ലൈഫല്ലേ നടത്തുന്നത്. ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ്. സാന്താക്ലോസ് ഉണ്ട്, പക്ഷെ യേശുവില്ല. ഉണ്ണി യേശു ഉണ്ട്, ഹൃദയത്തിനകത്ത് യേശുവില്ല. ഹല്ലേലൂയ. ക്രിസ്മസ് ആകുമ്പോൾ പരസ്യങ്ങൾ നടത്തും പാവപ്പെന്തക്കോസ്തുകാര്. അവർ മാത്രമേ കാണുള്ളൂ, കേൾക്കാനും കാണാനും പാടാനും. ഒറ്റ മനുഷ്യൻ ശ്രദ്ധിക്കില്ല. പരസ്യങ്ങൾ ചെയ്യുന്നു, പാരമ്പര്യമായി ചെയ്യുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നു. ക്രിസ്മസ് ആയി ചാടി ഇറങ്ങുന്നു, പരസ്യവും നടത്തുന്നു. ഹല്ലേലൂയ. നമ്മൾ ഡാൻസ് കളിക്കുന്നു, നാട്ടുകാരെല്ലാം ഡാൻസ് കളിക്കുന്നു, വീട്ടിൽ പോകുന്നു. ഒറ്റ എണ്ണം മാനസാന്തരപ്പെടുന്നില്ല. ഹല്ലേലൂയ. അല്ലേ? ഡാൻസ് കളിക്കാൻ ആരും വരും. എവിടെ ആരും ഡാൻസ് കളിച്ചാലും നാട്ടുകാർ വരും. മാനവീയം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് ട്രിവാൻഡ്രത്ത്. നമ്മളെ വിജയ് ട്രാവൻ ബ്രദർ അവിടെ വന്ന് ഒരു മീറ്റിംഗ് നടത്താനിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ കയറി വന്ന ഒരു നല്ല റോക്ക് മ്യൂസിക് പോലെ സംഭവം ഇംഗ്ലീഷിൽ. എന്താണെന്ന് മനസ്സിലാകാത്ത ആൾക്കാരെല്ലാം കൂടെ ഡാൻസ് കളിക്കും. പിള്ളേർ ഒരു അരമണിക്കൂർ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഇന്നലെ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നല്ലൊരു സംഭവമാണ്. എന്നിട്ട് വേണ്ടത്ത് അന്ത്യകാലമാകുമ്പോൾ ഗവൺമെൻറ്റും ആൾക്കാർ തന്നെ എല്ലാവർക്കും വന്ന് കൂടി വെള്ളമടിക്കാനും സകല പരിപാടി ചെയ്യാനുള്ള ഫ്രീഡം, അത് തൊടാൻ പാടില്ല എന്ന്. ബോംബെയിൽ പോകുമ്പോൾ ജുഹു ബീച്ചിലൊക്കെ പോകുമ്പോൾ, ബാന്ദ്ര ജുഹു ബീച്ചിലൊക്കെ പോകുമ്പോൾ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ അവിടെ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് പബ്ലിക്കിൽ അവർ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി പോലീസുകാർ ലാത്തിയും കൊണ്ട് ഇറക്കുക. ഈ മ്ലേച്ഛത ചെയ്യുന്ന ഒറ്റ മനുഷ്യനെ പോലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, നോക്കി നിൽക്കാൻ പാടില്ല, എന്തെന്ന് ചോദിക്കാൻ പാടില്ല, അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ആ ഒരു അനുഭവമാണ് ഇപ്പോൾ അതാ ഇവിടെയും നമ്മൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുക. ഇത് അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മളെ യൗവനക്കാർ പാട്ട് പാടാനും ലഹരി മരുന്നിന് ഉപയോഗിക്കാനും സിഗരറ്റ് വലിക്കാനും ബീഡി വലിക്കാനും, ചിലരുടെയൊക്കെ ചുണ്ടിലിരിക്കുന്ന സിഗരറ്റ് ഇവിടെ നിന്ന് അവരെ വീട്ടിൻ്റെ അതുവരെ നീളമുള്ളതാണ്. വീട്ടിൽ നിന്ന് കത്തിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഞെട്ടിപ്പോവും. വീട്ടിൽ നിന്ന് ഇവിടുന്ന് വെളിയിറങ്ങുമ്പോൾ പിള്ളേരുടെ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മളിന്ന് വരെ, ഞാൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ട് പണ്ട്, ഒരു പുക പോലും എടുക്കാൻ പറ്റുന്നതിനെ മോൾ ചുമയ്ക്കും. പക്ഷെ പലരും ഇന്ന് വലിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തം ഒറ്റ വലിയിൽ തന്നെ അങ്ങ് തീരെയണത്. മനസ്സിലായോ? സ്ത്രീകൾ പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാൾ നല്ല സൂപ്പറായിട്ട് മദ്യവെച്ച് ഒരു പ്രശ്നമല്ലാതെ പോകും. ആണുങ്ങൾ ഒരു ബഗ്ഗടിച്ചാൽ വീണ് അവിടെ കിടക്കും. ഒരു ദിവസമുണ്ട് പെണ്ണുങ്ങൾ മദ്യപിച്ചിട്ട് വളരെ ഈസി ആയിട്ട് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ സ്ത്രീകളും ഫാമിലി ആയിട്ട് വന്നിരുന്ന് വെള്ളം അടിച്ചിട്ട് അവർ നല്ല സൂപ്പറായിട്ട് ഒരു കുപ്പിയൊക്കെ അടിച്ചിട്ട് പോകുന്നു. പക്ഷേ പുരുഷന്മാരെ ഒരു പെഗ് അടിക്കുന്നതും പിന്നെ അവൻ്റെ വായ അങ്ങ് പോകുന്നു, നാക്കങ്ങ് കുഴയുന്നു, അവൻ്റെ കണ്ണ് പോകുന്നു, അവൻ്റെ ആട്ടം അങ്ങ് തുടങ്ങുന്നു. പ്രൈസല്ല. അപ്പോൾ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ അനുവദിക്കപ്പെടുന്ന, അതായത് പിന്നെ മാർപ്പാപ്പ പോലും സോദോഗോമോറ പോലെ നമ്മുടെ ഹോമോസെക്സ് അല്ലെങ്കിൽ മറ്റുള്ള ആണും തമ്മിൽ കല്യാണം കഴിക്കുന്നവർക്ക് അതിനുള്ള പ്രാർത്ഥിക്കാനുള്ള ഫ്രീഡം ഇപ്പോൾ മാർപ്പാപ്പ കൊടുത്തു. അപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യകാലത്തിൻ്റെ ലക്ഷണം ഇന്ന് നമ്മുടെ മുറ്റത്ത് വരെ വന്നു കഴിഞ്ഞു. തുണി ഉടുക്കാൻ താല്പര്യമില്ലാത്തൊരു കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ ഇറങ്ങി എന്നാൽ ആ മറ്റേ സെക്യൂരിറ്റിയുടെ ചോദിച്ചാൽ പറഞ്ഞു തരും. അങ്ങേര് കണ്ട് അയാളെ കണ്ണൊക്കെ മഞ്ഞളിച്ചിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ വരുമ്പം പുള്ളി കണ്ണാടി എടുത്തു മാറ്റുന്നു, പിന്നെയും വയ്ക്കുന്നു, പിന്നെ എന്നെ നോക്കി ചിരിക്കുന്നു. ഒരിക്കലും ചിരിക്കാത്ത ആളും ഈ കാഴ്ചകൾ കാണുമ്പോൾ എന്നെ നോക്കി ഒന്ന് ചിരിക്കും. അർത്ഥഗർഭമായ ചിരികൾ എത്രയോ വർഷം കൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്. അതിന് മാത്രമേ അദ്ദേഹം ചിരിക്കാറുള്ളൂ, വേറെ ഒരിക്കലും ചിരിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നു. ആകെ നമ്മളെപ്പോലുള്ളവരെ മാന്യമായ വസ്ത്രം ധരിക്കുന്നുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യകതയാണ് സുവിശേഷത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. ഞാനും നീയും സുവിശേഷം എത്രത്തോളം ശക്തമായി നാട്ടുകാരോട് പറയണം, വീട്ടുകാരോട് പറയണം, യൗവനക്കാരോട് പറയണം. സുവിശേഷം പറയാൻ ചാൻസും സാഹചര്യവും കിട്ടുന്ന ഇടങ്ങളിലെല്ലാം ഈ സുവിശേഷം ആക്രാന്തത്തോടെ, അത്യാവശ്യത്തോടെ, അമിതമായ താല്പര്യത്തോടെ പറയേണ്ടതായ ഒരു ആവശ്യകതയുടെ കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ ജനമായ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വചനം പറയുന്നു, നിങ്ങൾക്കൊരു ശിശുവിനെ തന്നിരിക്കുന്നു. ശിശു മാത്രമായി നടക്കണം, ശിശു മതി എന്ന് പറയുന്നവർക്ക് അത് ഇരിക്കട്ടെ. അടുത്ത വചനം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. മകനായി ഉള്ളവർക്കുണ്ട്. ചില ആൾക്കാർക്ക് മകനായി ദൈവം, ശിശു ജനിച്ച് ഉണ്ണി യേശുവിനെ കൊണ്ട് നടക്കുന്നവരുണ്ട്. അടുത്തൊരു സെക്ഷനാണ് മകനായി വെളിപ്പെട്ടവരെ ക്രിസ്തു. ആരാണ്? നിങ്ങൾക്കൊരു മകൻ തന്നിരിക്കുന്നു. തലമുറയില്ലാത്ത
വാഗ്ദത്തം കാണാത്ത കേൾക്കാത്ത ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്ന കണ്ണുനീരോടെ വേദനയോടെ തകർന്ന ഹൃദയത്തോടെ സ്വന്തം മക്കളാൽ തള്ളപ്പെട്ടവർക്ക് ഇന്ന് പകല് ഒരു തലമുറയുണ്ട്, മകനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, ബലപ്പെടുത്താൻ, അനുഗ്രഹിക്കാൻ, നിങ്ങളെ കൈപിടിച്ച് നടത്താൻ യേശുക്രിസ്തു എന്ന ഒരു പുത്രനായ യേശുക്രിസ്തു ഉണ്ട്. അവൻ്റെ പുത്രത്വത്തെ അംഗീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ, പിതാവ് അയച്ചിട്ട് വന്ന പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ സ്വീകരിപ്പാൻ നീ തയ്യാറാണെങ്കിൽ, ഈ ലോകത്തിലെ മക്കൾ നിന്നെ തള്ളിക്കളഞ്ഞാലും ഹല്ലേലൂയ, അരുമനാഥനായ ക്രിസ്തു എന്ന മകൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. അവൻ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. തോളെന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തു ക്രൂശിൽ കിടന്നിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് പൊളിച്ച വീഞ്ഞു കൊണ്ടുവന്ന് കൊടുത്ത് കുടിച്ച എല്ലാം മതിയായി എന്ന് പറഞ്ഞ് പതുക്കെ തോളിലോട്ട് തൻ്റെ തല നിവർത്തിയായി. തോളെന്ന് പറയുന്നതാണ് സഭ. യേശുക്രിസ്തുവിന് ആകെ ആശ്വാസം ദൈവമക്കളെ നമ്മളാ. ഒന്ന് പറഞ്ഞാട്ടെ, ക്രിസ്തുവിനുണ്ടല്ലോ ആകെ ആശ്വാസം എന്താണെന്നറിയാമോ? ലോകം മുഴുവൻ പൈശാചിക ശക്തികൾ നടനമാടുമ്പോൾ, പിശാച് കയറി നിരങ്ങി ഈ ലോകത്തെ മാനവരാശിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ കർത്താവിന് ആകെ ആശ്വാസം എന്റെ സഭ, ഉത്തരവാദിത്തമുള്ള സഭ, അധികാരമുള്ള സഭ, വെളിപ്പാടുള്ള സഭ, ദർശനമുള്ള സഭ, ദൈവരാജ്യം പണിയാൻ, പിശാചിന്റെ പണികളെ അഴിക്കാൻ, സാത്താന്റെ കെട്ടുകളെ അഴിക്കാൻ, ഇരുട്ടിന്റെ സ്വാധീനങ്ങളെ തകർക്കാൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തികളെയും തകർക്കാൻ എന്റെ സഭയെ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്റെ സഭ എന്റെ കൂടെ ഉണ്ട്. എന്റെ സഭ എന്റെ കൂടെ ഉണ്ട്. എന്റെ സ്വപ്നത്തെ, എന്റെ ദർശനത്തെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കണമെന്നുള്ള ക്രിസ്തുവിന്റെ ദർശനത്തെ അത് പൂർത്തീകരിക്കാൻ കർത്താവ് കണ്ടിരിക്കുന്നതാണ് നമ്മളെ. മനസ്സിലായോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വലിയൊരു സ്ട്രാറ്റജിയോടെ ഭൂമിയിൽ വന്ന് സ്ഥാപിച്ചതാണ് തൻ്റെ ഏകജാതന പുത്രനായ യേശുക്രിസ്തുവിനെ ബലി കൊടുത്ത് അവൻ്റെ അവസാനത്തുള്ള രക്തവും കൊടുത്ത് ദൈവം പിതാവ് സ്ഥാപിച്ച ഒരു തോട്ടമാണ് ദൈവസഭ. പിതാവും പുത്രനും പരിശുദ്ധനും ചേർന്ന് സ്ഥാപിച്ചതാണ് ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ സഭ. ദൈവം ആരാണ് സഭ? നീയാണ് സഭ. നീ ബസ് സ്റ്റാൻഡിൽ ഇരുന്നാൽ അത് സഭയാണ്. നീ ട്രെയിനിൽ ഇരുന്നാൽ അത് സഭയാണ്. നീ ഫ്ലൈറ്റിൽ ഇരുന്നാൽ അത് സഭയാണ്. നീ വീട്ടിലിരുന്നാൽ അത് സഭയാണ്. നീ ചർച്ചിലിരുന്നാൽ നീ ഒരു സഭയാണ്. നീ സഭയാണ്. നിന്നിലാണ് ആശ്വാസം, നിന്നിലാണ് പ്രതീക്ഷ, നിന്നിലാണ് പ്രതീക്ഷ. ദൈവത്തിന് പ്രതീക്ഷ നിന്നിലാണ്. ഇന്ന് പകൽ നിന്നിൽ ദൈവത്തിന് പ്രതീക്ഷ വെക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ പ്രതീക്ഷ നിന്നില്ല. പക്ഷെ നീ അവിശ്വാസമുള്ള വ്യക്തിയാണെങ്കിലോ? മനസ്സിലായോ? ആധിപത്യം അവന്റെ സകല അധികാരങ്ങളും ഭൂമിയിലും ആകാശത്തിന് കീഴിൽ സകലത്തിന്റെ മേലുള്ള അധികാരം പുത്രനായ യേശുവിന് കൊടുക്കപ്പെട്ടിരിക്കുന്നു. ആ ക്രിസ്തു നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ഇപ്പൊ ആകെ പ്രതീക്ഷ ക്രിസ്തുവിനുള്ളത് ആരിന്റെ മേലില്ല? അരുണിന്റെ മേലില്ല, ആനിയുടെ മേലില്ല, അജിതയുടെ മേലില്ല, രമണിയുടെ മേലില്ല. നിങ്ങളെ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ നിങ്ങളുടെ മേലാണ് ദൈവത്തിന് പ്രതീക്ഷയുള്ളത്. നിങ്ങളുടെ മേൽ ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. എന്താ പ്രതീക്ഷ എന്നറിയാമോ? പിശാചിന്റെ വാഴ്ചകളെ നീ അവസാനിപ്പിക്കും. നീ പിശാചിനെ ഭയപ്പെടുകയില്ല. നീ പിശാചിന് നീ ഒരു ഭീഷണിയായി മാറണം. പിശാചിന് നീ ഒരു ഭയമായി മാറണം. ഹല്ലേലൂയ. അതാ പറയുന്ന നീ ദൈവത്തിന്റെ ആലയം, നീ ദൈവത്തിന്റെ സഭ. ഇപ്പൊ നീ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ വികിൽസ് പുറത്ത് പോയതുപോലെ ഇരിക്കണം. നീ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയിരിക്കുകയാണ്. ഞാൻ സകല ആധിപത്യങ്ങളും എൻ്റെ സഭയെ ഭാരമേൽപ്പിച്ചു തോളിൽ. എൻ്റെ സഭയെ ഞാൻ ഈ ഭൂമിയിൽ നട്ടിരിക്കുന്നത് ഞാൻ നടന്നതുപോലെ നടക്കാനാ. യേശു ക്രിസ്തു ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ പോയാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ സൗഖ്യമാക്കിയിട്ട് വരൂ? ഹല്ലേലൂയ. വികിൽസ്വർത്ത് അതാ ചെയ്തത്. വികിൽസ്വർത്ത് ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സഭയാണ്,
നീ ആരാടാ? ഞാൻ ദൈവത്തിന്റെ സഭയാണ്. എന്തിനാ വന്നത്? ഒരാൾ കിടക്കുന്നുണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ. കയറ്റി വിടത്തില്ല. 3 പ്രാവശ്യം ചോദിച്ചു, പറഞ്ഞ് കയറ്റി വിടത്തില്ല. അപ്പോൾ ഞാൻ ഒരാളിനെ കാണാനാ വന്നത് സൗഖ്യമാണ്. പക്ഷേ കയറ്റി വിടാത്തത് കൊണ്ട് ഈ ഹോസ്പിറ്റലിലുള്ള സകല എണ്ണവും ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ, ജീസസ് നെയിം. അതിനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ എവിടെ പോയാലും ദൈവത്തിന്റെ സഭയാണ് ആധിപത്യം. ക്രിസ്തു പറയുന്ന ആധിപത്യം ദൈവത്തിന്റെ തോളിലിരിക്കുകയാണ്. ആ തോള് നീയാണ്. ദൈവത്തിന്റെ പ്രത്യാശ നീയാണ്. ദൈവത്തിന്റെ സ്വപ്നം നീയാണ്. നീ രോഗികളെ സൗഖ്യമാക്കണം. നീ ഭൂതങ്ങളെ പുറത്താക്കണം. നീ ശാപങ്ങളെ പൊട്ടിക്കണം. നീ കെട്ടുകളെ പൊട്ടിക്കണം. നീ കേഴ്സുകളെ അടിക്കണം. നീ ഇരുട്ടിൽ കിടക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. നീ മന്ത്രവാദികളെ കണ്ടാ പേടിച്ചോടരുത്. നീ പിശാചിനെ കണ്ടാ പേടിച്ചോടരുത്. നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിലൂടെ ഒരു കാക്ക അപ്പുറത്തെ വീട്ടില് തേങ്ങ വൃത്തിയായി ചിരകി അതിന് തേങ്ങ പിന്നെ ഇതെല്ലാം എടുത്തതിന് ശേഷം ചിരട്ട വെളിയിലോട്ട് എറിഞ്ഞപ്പം അതിനെന്ത് ചെയ്തു? കാക്ക കൊത്തി പോണ വഴി നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇട്ടു. ഈ ആരാധന അടിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അല്പ തേങ്ങയും ഒരു ചിരട്ടയും. ഉടനെ അപ്പുറത്തവൻ മന്ത്രവാദം ആവിചാരം ചെയ്തിട്ടിരിക്കുന്നത് 21, 30, 40. ഇതാണോ ദൈവത്തിന്റെ സഭ ചെയ്യേണ്ട കാര്യം? അപ്പുറത്തെ കോഴി അവിടെ ഉണ്ടേണ്ട മുട്ട നിന്റെ വീട്ടിലിട്ടു. പാവം, അബദ്ധം പറ്റിപ്പോയി. ഉടനെ അപ്പുറത്തവൻ മുട്ട കൊണ്ട് മന്ത്രവാദം ആവിചാരം ചെയ്തു. എല്ലാ മന്ത്രവാദം, എല്ലാ ആഭിചാരം, ബന്ധനം, കെട്ട്, പോരാട്ടം, അവിശ്വാസം, പിശാചിനെ ദൈവത്തെക്കാൾ അധികമായി പേടിച്ച് ഭയന്ന് ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിനാണോ ദൈവം ഈ അധികാരം തന്നത്? എന്റെ ദൈവത്തെ അപമാനിക്കാനാണോ? അതോ വിശ്വാസത്തോടെ, അധികാരത്തോടെ, ജയത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ഇന്ന് ക്രിസ്മസ് ദിനത്തിനകത്ത് വചനം കേൾക്കുന്ന നിന്നോട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഒരു ജയാളിയായി എന്റെ സഭ ജയിച്ച സഭയാണ്. നിനക്ക് വിരോധമായ വാഴ്ചകളെയും സകല അധികാരങ്ങളെയും കാൽച്ചുവട്ടിലാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, നിനക്ക് വിരോധമായി എഴുതിയ സകല കയ്യെഴുത്ത് പ്രതികളെ ക്രൂശിൽ തറച്ചവൻ പറയുന്നു, എന്റെ സഭ ജയിച്ച സഭയാണ്. എന്റെ സഭ ജയിച്ച സഭയാണ്. നീ ജയാളിയാണ്. പറഞ്ഞോ, നീ ജയാളിയാണ്. ഉറക്കെ പറ, ഞാൻ ജയാളിയാണ്. എല്ലാരും ഒന്ന് ചാടി എഴുന്നേറ്റെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ജയാളിയാ, ഞാൻ ജയാളിയാണ്. ദിവസം ഇരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മളുടെ കൂട്ടത്തിന്റെ പേരാണ് ജയിച്ചവന്റെ കൂട്ടം. തോറ്റവന്റെ കൂട്ടമല്ല ദൈവസഭ. പരാജയപ്പെടുത്തിയവരാണ് നമ്മൾ. പിശാചിന്റെ ശക്തികളെ പരാജയപ്പെടുത്തി, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ വന്നു. നമ്മുടെ പേരാണ് മനുഷ്യപുത്രൻ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്നു. അതേ ദൈവം നമ്മളെ പിശാചിന്റെ പ്രവൃത്തിയെ അഴിക്കാൻ വിട്ടിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ എന്താ പറയുന്ന കർത്താവ്? അതാണ് വലിയ പ്രാർത്ഥന. നിങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി, നോക്കിയാൽ മതി. എന്റെ അധികാരം, എനിക്കുള്ളതെല്ലാം ഞാൻ എന്നെ വിശ്വസിക്കുന്നവർ കൊടുത്തിരിക്കുക. പിതാവേ, അങ്ങ് എനിക്ക് തന്ന സകല മാനവും മഹത്വം പദവിയും പൊസിഷനും എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ കൊടുത്തിരിക്കുന്നു. അസൂയയില്ലാത്ത ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഈ ലോകത്ത് ഒരു മനുഷ്യനും പൊസിഷൻ കൊടുക്കത്തില്ല, ഒരു മനുഷ്യനും പദവി കൊടുക്കത്തില്ല, ഒരു മനുഷ്യനും അധികാരങ്ങളെ കൊടുക്കത്തില്ല. എന്നാൽ കർത്താവ് പറയാണ്, എനിക്കെന്തുണ്ടോ അതെല്ലാം എൻ്റെ മക്കൾക്കും ഉണ്ട്. ഞാൻ എന്തൊക്കെ ഇവിടെ ചെയ്തോ അതിലധികം എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. നോക്ക്, ഒരു അസൂയയില്ല കർത്താവിന്. കർത്താവ് പറയാ, ഞാൻ മരിച്ചവനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. 4 ദിവസമായവനെ ഞാൻ എഴുന്നേൽപ്പിച്ചെങ്കിൽ 40 ദിവസമായവനെ എഴുന്നേൽപ്പിക്കാൻ നിനക്ക് പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ 4 ദിവസം മരിച്ചവരെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, ലാസറിനെ 4-ാമത്തെ ദിവസം എഴുന്നേൽപ്പിച്ചെങ്കിൽ, യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ഒന്ന് പറഞ്ഞേ, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും. പറ, ഉറക്കെ പറ, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും. പറ. നീ പറയുന്നത് പോലെ സംഭവിക്കാൻ പോവുക. നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പൈശാചിക ശക്തികൾക്കും നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല.
മരണശക്തികൾ വഴിമാറും, മന്ത്രവാദികൾ വഴിമാറും, പൈശാചിക കെട്ടുകൾ വഴിമാറും, ഭൂതങ്ങൾ അഴിഞ്ഞു മാറും, ദുരാത്മാക്കൾ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെയ്തതിലും അധികം ഭയങ്കര പദവികളാ ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവം തന്നെ അന്ന് പ്രവചിച്ചത്. നോക്ക്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടിരിക്കുന്ന കാര്യം. വായിച്ചോ? അത്ഭുത മന്ത്രി. എല്ലാരും പറഞ്ഞു അത്ഭുത മന്ത്രി. ഒരുപാട് മന്ത്രിമാരുണ്ട്, അവരെയൊന്നും കാര്യം പറയാതിരിക്കാൻ നല്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു വന്ന അത്ഭുത മന്ത്രി. എത്ര പേർ വിശ്വസിക്കുന്നു ഇതൊരു അത്ഭുത മന്ത്രിയാണ്? വിശ്വസിക്കാൻ വേണോ തെളിവ്? ഫുഡ് മിനിസ്റ്റർ ആണെന്ന് വിചാരിച്ചോ? ഹല്ലേലൂയ. ഇപ്പോഴത്തെ ഫുഡ് മിനിസ്റ്ററാണ് സകലതും ഫുഡ് പോയിസനാ. പക്ഷെ നമ്മുടെ ദൈവം 5 അപ്പം 2 മീനും കൊണ്ട് മന്ത്രി ദാ വന്ന 5000 പേർക്ക് ഒറ്റ പ്രാർത്ഥന, ഒറ്റ കൊടുപ്പ്, 12 കൊട്ടം നിറച്ചെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വിദ്യശക്തി മന്ത്രിയാ നമ്മുടെ ദൈവം, അത്ഭുത മന്ത്രി. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്തു? വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും ജീവന്റെ ജലനദി ഒഴുകും. ഡൈനാമിക് പവർ. ലോകത്തിലുള്ള സകല പൈശാചിക മണ്ഡലങ്ങളെ തകർക്കാൻ ദൈവം നിനക്ക് തന്നിരിക്കുന്ന ശക്തി, അസാധാരണമായ പവർ. ഹല്ലേലൂയ. ഒരു ഡൈനാമിക് ആണ് നീ, ഒരു വലിയ ഒരു ട്രാൻസ്ഫോമർ ആണ് നീ. നീ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്തിൽ വെളിച്ചമുണ്ടാകും. നീ നിന്റെ വീടൊരു വെളിച്ചമാണ്, പവർ സ്റ്റേഷനാണ്. നീ ഒരു പവർ സ്റ്റേഷനാണ്. ദൈവം നിന്നെ ഒരു പവർ സ്റ്റേഷൻ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാ മേഖലയിലും അവൻ അത്ഭുത മന്ത്രിയാണ്. നിനക്ക് ദാഹിക്കുന്നുണ്ടോ? നീ ഇവിടുത്തെ ലോകത്തിന്റെ വെള്ളം കുടിച്ചാ ദാഹിക്കും. പക്ഷെ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം തരുന്ന ജലസേചന വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ പകലെ എല്ലാ മേഖലകളിലും ഈ ലോകത്തിന്റെ മന്ത്രിമാരെക്കാൾ വലുതായി അവന്റെ പേരിനോട് ചേർത്ത ഒരു വലിയ പേര്, അതാ അത്ഭുത മന്ത്രി. എല്ലാവർക്കും സാധാരണ മന്ത്രി എന്ന പേരാണെങ്കിൽ ഇതാ അവന്റെ പേര് അത്ഭുത മന്ത്രി. അത്ഭുത മന്ത്രി. വിശ്വസിച്ചാൽ നിന്റെ വീട് ഒരു അത്ഭുതമായി, നീ ഒരു അത്ഭുതമായി, നിന്റെ തലമുറ ഒരു അത്ഭുതമായി, നിന്റെ കുടുംബം ഒരു അത്ഭുതമായി, നിന്റെ ബിസിനസ് ഒരു അത്ഭുതമായി. ഈ അത്ഭുത മന്ത്രിയെ വിശ്വസിച്ച് പ്രാപിച്ചോ. ഹല്ലേലൂയ. അടുത്തവന്റെ പേരാണ് വീരനാം ദൈവം. പറഞ്ഞാട്ടെ, വീരനാം ദൈവം. എന്താണ് അവന്റെ വീര്യപ്രവൃത്തി? നീ സ്തുതികളിന്റെ മധ്യത്തിൽ വീരനെ പോലെ ഇറങ്ങി വരുന്നവൻ. നീ ആത്മനിറവിലെ സ്ഥിതികൾ, നിന്റെ ജീവിതത്തിലെ സങ്കട യാചനകളുടെ നടുവില്, മരുഭൂമിയുടെ നടുവില് നീ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാൽ ആ വീരനെ പോലെ ഇറങ്ങി വന്ന് കാദേശ് മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി. മരുഭൂമിക്കകത്ത് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച ആരാധിച്ച ദാവീദിനെ വീരനെ പോലെ ഇറങ്ങി വന്ന് രാജാവാക്കിയ ദൈവം. ഹല്ലേലൂയ. സ്തുതിച്ചാ മതി വീരനെക്കാള്. ശരീരം മുഴുവനും ക്യാൻസറിന്റെ മുഴ വന്ന ഒരു അഭിഷിക്തൻ ബാത്റൂമിനകത്ത് പൊട്ടിക്കരഞ്ഞു. ദൈവം പറഞ്ഞടാ, സ്തുതിക്ക്, നീ ആരാധിക്ക്, നീ കരച്ചിൽ നിർത്തിയിട്ട് നീ ദൈവത്തെ എന്നെ ഒന്ന് സ്തുതിച്ച്. നിന്റെ പ്രശ്നം ദാവീദിനെ പോലെ മരുഭൂമിയുടെ നടുവിൽ ദാവീദ്, അയ്യോ മീകള് പോയല്ലോ, ശൗൽ എന്നെ ഓടിക്കുന്നല്ലോ, അപ്പൻ എന്നെ തള്ളിക്കളഞ്ഞല്ലോ, പിന്നെ സഹോദരങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്ത് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നടന്നിരുന്നെങ്കിൽ ദൈവം ഇറങ്ങി വരത്തില്ല. അതിന് പകരം അതിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിനെ സ്തുതിച്ച് ആരാധിച്ച് പാട്ടെഴുതി, പുതിയ പാട്ടുകൾ അങ്ങോട്ട് എഴുതി ദൈവത്തെ കിന്നരവും തപ്പുമെടുത്ത് ആരാധിച്ചപ്പോൾ സ്തുതികളുടെ മധ്യത്തിൽ വീരനെ പോലെ എന്റെ ദൈവം ഇറങ്ങി വന്ന് ആട്ടിടയനായ ദാവീദിനെ രാജാവാക്കി മാറ്റിയതിന്റെ രഹസ്യം ദാവീദ് തിരിച്ചറിഞ്ഞു. ഈ ദൈവം സാധാരണ ദൈവമല്ല, അവൻ വീരനായ ദൈവമാണ്. നിങ്ങൾ ഈ ദൈവത്തിന്റെ നാമം മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഏറ്റവും വലിയൊരു സീക്രട്ട് പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന്റെ നാമങ്ങളെ പറഞ്ഞാലുണ്ടല്ലോ, അത്ഭുത ദൈവ, വീരനാം ദൈവ, യഹോവ ഈരേ,
യഹോവ റാഫ. ഹല്ലേലൂയ, സ്തോത്രം. നീ ഒന്ന് പറഞ്ഞു നോക്ക്, നിന്റെ ജീവിതത്തിൽ അപ്പോൾ തന്നെ ആ ശക്തി വെളിപ്പെടുന്നത് കാണാൻ സാധിക്കും. വീരനായ ദൈവം, വിളിച്ചു പറ, വാ തുറന്ന്, വീരനായ ദൈവം. ഞാൻ ആരാധിക്കുന്ന ദൈവം വീരനാണ്, സർവവ്യാപിയും സർവശക്തനും വീരനും സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്നവനുമായ സർവശക്തനായ ദൈവമേ, അങ്ങ് വീരനാണ്, അങ്ങ് വീരനാണ്, അങ്ങ് വീരനാണ്, അങ്ങ് അത്ഭുത മന്ത്രിയാണ്. ഹല്ലേലൂയ. അടുത്തവന്റെ പേരാണ് നിത്യപിതാവ്. എന്താണ് നിത്യ? പറഞ്ഞാട്ടെ, നിത്യപിതാവ്. അപ്പനില്ലാത്തവർ എത്ര പേരുണ്ട് ഇവിടെ? കൈവയ്ക്കാട്ടെ. അപ്പനില്ല. ഹല്ലേലൂയ. നിനക്ക് അപ്പനില്ലല്ലേ? പക്ഷേ ഒരു അപ്പനുണ്ട്. നിന്റെ ലോകത്തിന്റെ അപ്പനേക്കാൾ നിന്നെ കരുതി സ്നേഹിച്ച് നടത്തുന്ന ഒരു നിത്യ പിതാവ്, ഒരു നിത്യ പിതാവ്. ലോകത്തിലൊരു അപ്പനും നിനക്ക് കരുതാത്തതുപോലെ നിത്യജീവനെയും ജീവനെ തരുന്ന നിത്യ പിതാവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ അപ്പം നമ്മളെ വാരിയിട്ട് അടിക്കും, തെറ്റുകുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചവിട്ടി കൂട്ടും, എന്തെല്ലാം ചെയ്താ നമ്മളെ. എന്നിട്ട് അവസാനം പുള്ളി വെള്ളമടിച്ച് വിരുന്ന് ചീട്ടും കളിച്ച് സകലതും നശിപ്പിച്ച് അവസാനം ഒന്നുമില്ലാതാക്കിയിട്ട് നമ്മളെ കടക്കാരനാക്കിയിട്ട് പോകും. പക്ഷേ നമ്മുടെ നിത്യ പിതാവ് അങ്ങനെയല്ല. ആ കർത്താവുണ്ടല്ലോ, നീ മരിക്കാതെ നശിച്ച ആ നാശകരമായ പൊടിക്കകത്ത് നിന്നും ചെളിക്കകത്ത് നിന്നും പാപത്തിന്റെ ചേറ്റിൽ നിന്നും നിന്നെ പുറത്തെടുത്ത് പാറമേൽ നിർത്തി നിനക്ക് നിത്യജീവനെയും ജീവനെയും തരുന്ന ഒരു ദൈവം, അവൻ നിത്യ പിതാവാണ്. ഹല്ലേലൂയ. അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ ഭാഗ്യം തന്ന തലമുറയാണ് നമ്മള്. പഴയ നിയമ വിശ്വാസികൾക്ക് അതില്ലായിരുന്നു. അപ്പാന്ന് വിളിക്കാൻ പറ്റത്തില്ല, പിതാവേ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പിതാവ് ഇറങ്ങി വന്ന സീനായി മലയുടെ അടിവാരത്തിൽ തൊട്ടതും കത്തിപ്പോയി. പിതാവ് സഞ്ചരിച്ച പെട്ടകത്തിൽ തൊട്ടതും കത്തിപ്പോയി. എന്നാൽ ദൈവം പറഞ്ഞ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ, ഹല്ലേലൂയ, സ്തോത്രം. ഗലാത്യർ 4-ാം അധ്യായം പറയുകയാണ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ ഞാൻ നിങ്ങൾക്ക് അവകാശം തന്നിരിക്കുന്നു. ദൈവമക്കളെ, പുതിയ നിയമവിശ്വാസികളായ നമുക്ക് മാത്രമേ ഈ അധികാരവും അവകാശവും ദൈവം തന്നിട്ടുള്ളൂ. നിനക്ക് വിളിക്കാം. നീ ഒന്ന് വിളിച്ചേ, ഉറക്കെ അബ്ബാ പിതാവേ എന്നൊന്ന് വിളിച്ചേ, ഒന്ന് ഹൃദയത്തിൽ നിന്ന് വിളിക്ക്. നിന്റെ ഈ ലോകത്തിന്റെ അപ്പനെ വിളിക്കുന്നതിനേക്കാൾ അധികമായി നീ ഒന്ന് നിലവിളിച്ച, നീ അബ്ബാ പിതാവേ എന്നൊന്ന് വിളിക്കാൻ നിനക്ക് പറ്റുമോ? പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ കരുതൽ, പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ കരുതൽ. ഈ ലോകത്തിലുള്ളവരെല്ലാം അമ്മയെ കുറിച്ചേ പറയാറുള്ളൂ. അമ്മ 10 മാസം ഗർഭം ധരിച്ച് മക്കളെ പ്രസവിച്ച കഥകളും അതിന്റെ സ്റ്റോറികളും പറഞ്ഞ് ഇമോഷണലായി മക്കളെ മുഴുവനും അമ്മമാര് കയ്യിലെടുക്കുമ്പോൾ അമ്മ 10 മാസം 9 മാസം ഒരു തലമുറയെ വയറ്റിൽ ചുമക്കുന്നതിനേക്കാൾ 1000 മടങ്ങ്. കല്യാണം കഴിഞ്ഞ് ഒരു സ്ത്രീ ഗർഭം ധരിച്ചെന്ന് കേൾക്കുമ്പോൾ ഒറ്റ പെട്ടെന്ന് ഷോക്ക് അടിച്ച് തട്ടിപ്പോകേണ്ടത് അപ്പനാ. കാരണം പ്രസവ ചെലവ് ആര് നോക്കും? ഹല്ലേലൂയ. ഈ ഡെലിവറി വരെ രാവിലെ എഴുന്നേറ്റ് എനിക്കൊരു മസാല ദോശ വേണം. പൈസ ഇല്ലാത്തവൻ കടം മറിച്ച് മസാല ദോശ ഉണ്ടാക്കണ്ടേ? എനിക്കൊരു മാങ്ങ വേണം. മാവിന്റെ മോളിൽ കയറാൻ അറിഞ്ഞൂടാത്തവൻ കയറണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9 മാസം ഈ തലമുറയെ വയറ്റിനകത്തിട്ട് നടക്കുന്ന ഭാരമേ ഉള്ളൂ. പക്ഷെ വെളിയിൽ ഇറങ്ങിയ തീയും കൊണ്ട് നടക്കുന്ന അപ്പൻ, അകത്ത് ഡെലിവറിക്ക് വേണ്ടി ഭാര്യയെ കയറ്റുമ്പോൾ വെളിയില് ബില്ലിനെ കുറിച്ച് ഓർത്ത് തട്ടിപ്പോകാതിരിക്കാൻ ഹാർട്ടിൽ പിടിച്ചോണ്ട് നിൽക്കുന്ന അപ്പൻ, പ്രസവിച്ച് കഴിഞ്ഞ 3 മാസവും എല്ലാം ചെലവും ഈ അപ്പൻ നോക്കണം. ജനിച്ചതിന് ശേഷം തലമുറ എടുത്തോണ്ട് നടന്നാ മതി. ഈ കൊച്ചിനുള്ളത് എല്ലാത്തിനും ഉള്ളത് വാങ്ങിച്ചു കൊടുത്ത് കൊണ്ട് നടന്ന് ഇവർ പറയുന്നത് ഞാൻ എല്ലാം ഇങ്ങനെ സ്ത്രീകൾ കൊണ്ട് നടക്കുന്നേ ഉള്ളൂ. വെളിയിൽ പോയി അധ്വാനിച്ച് കൊണ്ടുവന്ന് ലാക്ടോജൻ വേണോ, കുട്ടിക്ക് വെക്കാൻ പേട്, ഇതൊക്കെ എത്ര കോടിയുടെ വാങ്ങിച്ചു കാണും അയാള്. ഇവർക്ക് വല്ല അറിയണോ? പേട് വേണം, പേട് എന്തോ പിള്ളേരെ ഉപയോഗിക്കുന്നത് സ്നഗ്ഗിയാ, സ്നഗ്ഗി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇവിടെ പോവും.
ഒരു വീട്ടിൽ നിന്ന് സ്നാക്കി വേണമെന്ന് പറയും. സ്നാക്കി തീർന്നു. പുള്ളി എവിടെ പോവും? ആകെ 500 രൂപ ജോലി ചെയ്യണം, ഇയാൾ സ്നാക്കി വാങ്ങിച്ച് മരിക്കും. എത്ര സ്നാക്കി വാങ്ങിക്കുന്നത് പുള്ളിക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ പഠിപ്പിക്കണം. പിള്ളേരെ പഠിക്കണം. നിങ്ങൾ അച്ഛനെന്ന് പറഞ്ഞ് നടന്നാ പോരാ, പഠിപ്പിക്കങ്ങോട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും പിള്ളേർ അമ്മയുടെ വാലിൽ തൂങ്ങി നടക്കുക. പ്രൈസ് ദി ലോർഡ്. പിന്നെ കെട്ടിച്ചു വിടുന്ന കാര്യം വരുമ്പോഴോ അമ്മയാണോ കെട്ടിച്ചു വിടുന്നത്? ആര് കെട്ടിച്ചു വിടും? ബ്ലൈഡിന് പലിശ എടുത്തും പലിശക്കാരന്മാരുടെ വായിലിരിക്കുന്ന ചീത്തയും കേട്ട് ഈ പിള്ളേരെ കെട്ടിച്ചു വിട്ടാ തീരുവോ? അവളും പ്രസവിക്കാറാകുമ്പോൾ ഇവിടെ വരും. പിന്നെ മുറുക്കൊണ്ട് പോകണം 7-ാം മാസം. അതിനും അപ്പൻ. ഈ അപ്പൻ എന്തെങ്കിലും വിലയുണ്ടോ? ഹല്ലേലൂയ. മരണം വരെ ഒരു കല്യാണം കഴിച്ചതിന്റെ പേരില് മരണം വരെ തൊഴിലാളിയായി യൂണിയൻകാരനായി ജീവിക്കുന്ന പിള്ളേരെ എടുത്ത് മോളിൽ തോളിൽ വെച്ച് കൊടുക്കും. ആ യൂണിയൻകാരനായി. പ്രൈസ് ദി ലോർഡ്. പിള്ളേർക്ക് കഴുത, കുതിര എല്ലാം ഇത്. അവസാനം അപ്പൻ വെളിയിലും അമ്മയും മക്കളും ഒരുമിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ മൂങ്ങയെ പോലെ മൂളി അപ്പ ഒരു സൈഡില്. അപ്പൻ എന്തെല്ലാം ജോലിയാ. ഈ അപ്പനാണ് ദൈവമക്കളെ ഇന്ന് പകലെ ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്വർഗസ്ഥനായ പിതാവിന്റെ ഒരു നിഴലായത്. ഈ പിതാവ് അനുഭവിച്ച വേദന ഏദൻ തോട്ടത്തിനകത്ത് നിന്നും സ്വർഗത്തിലെ ദൈവം വളരെയധികം മനോഹരമായി സൃഷ്ടിച്ച തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യന്റെ വീഴ്ചയെ തുടർന്നുണ്ടായ വേദന കടിച്ചമർത്തി നൂറ്റാണ്ടുകൾ ആ പിതാവ് കാത്തിരുന്നിട്ട് അനുസരണക്കേട് മുഖാന്തരം നഷ്ടപ്പെട്ടതിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ഗ്ലോറിയെ, മഹത്വത്തെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി, മാനവരാശിയുടെ ഗ്ലോറിയെ തിരിച്ചു കൊടുക്കാൻ ഒരു അനുസരണമുള്ള ഫാമിലിക്കും വ്യക്തിക്കും വേണ്ടി നൂറ്റാണ്ടുകൾ കാത്തിരുന്ന അവസാനം തൻ്റെ ഏകജാതന പുത്രനെ മാനവരാശിക്ക് വേണ്ടി ഒരു പ്രശ്നവുമില്ലാതെ തന്ന പിതാവിന്റെ സ്നേഹം. ഫാദർ ഹാർട്ട് പറഞ്ഞാട്ടെ, പിതാവിന്റെ ഹൃദയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ കഷ്ടപ്പാടിന്റെ കണക്കുകൾ കേട്ട അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ. അപ്പനെ ഒന്ന് കെട്ടിപ്പിടിക്കുക കേട്ടോ. അമ്മയെക്കാളും 1000 മടങ്ങ് നീ നിന്റെ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ ഒരു വചനമുണ്ട്, അപ്പനെയും മക്കളെയും തമ്മിൽ തെറ്റിക്കും. അമ്മയും മക്കളെയും തമ്മിൽ തെറ്റിക്കുമെന്ന് വചനമുണ്ടോ? പിന്നെ ആരെ തെറ്റിക്കുന്നേ? അപ്പനെയും മക്കളെയും തമ്മിൽ. അത് സ്വർഗീയ അപ്പനെയും മക്കളെയും ആത്മീക മക്കളെയും തമ്മിൽ തെറ്റിക്കും. ഭൂമിയിലുള്ള അപ്പനെയും മക്കളെയും തമ്മിലും പിശാച് തെറ്റിക്കും. ഓർത്തോ, ബ്ലെസ്സിങ്ങിന്റെ ഏറ്റവും വലിയ തടസ്സമാണ് അപ്പനെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്നത്. നിന്റെ തലമേൽ വരുന്ന അനുഗ്രഹം അപ്പൻ്റെ വരുന്നത്. നിന്റെ ഹൃദയത്തിൽ, നിന്റെ ജീവിതത്തിൽ ബ്ലെസ്സിങ് ഉണ്ടാകണമെങ്കിൽ അത് ഭൂമിയിൽ 3 അപ്പന്മാര്, ലോകത്തിൽ 3 അപ്പം. 1 സ്വർഗസ്ഥനായ പിതാവ്, 2 ഭൂമിയിലെ നിന്റെ അപ്പൻ, 3ാമത് സ്പിരിച്വൽ ഫാദർ. നിന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുത്തി നിന്നെ അഭിഷേകത്തിൽ ആത്മാവിൽ നടത്തുന്ന ആത്മീക പിതാവ്. ഈ 3 പിതാക്കന്മാരാണ് നിന്റെ ജീവിതത്തിലെ ഭാവി നിർണയിക്കുന്നത്. നിന്റെ ലൈഫിലെ ഭാവി ഈ 3 പിതാക്കന്മാരിലാണ് നിൽക്കുന്നത്. നീ അവരെ കരയിപ്പിക്കരുത്, നീ അവരെ ദുഃഖിപ്പിക്കരുത്, നീ അവരെ കണക്ക് പറഞ്ഞ് വേദനിപ്പിക്കരുത്, നീ അവർക്ക് നേരെ വിരൽ ചൂണ്ടരുത്. ഇന്ന് പകൽ ഈ സ്വർഗസ്ഥനായ പിതാവിനെ